ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെ 3 പേരെ ഇസ്രയേൽ വധിച്ചെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 406 പേർ മരിച്ചെന്നാണ് വിവരം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തു തുടങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും പുതിയതുമായ വാർത്ത ഡൊണാൾഡ് ട്രംപിനെ വധിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണമാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രതികരണം ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരം ഒരു പ്രതികരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇറാനുണ്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലായി അദ്ദേഹം പറയുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിനും അതുപോലെ തന്നെ ഇസ്ലാമിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ആ രാഷ്ട്രീയ നേതൃത്വത്തിനും ട്രംപ് ഒരു കണ്ണിലെ കരടായിട്ട് കാലങ്ങളായി അദ്ദേഹത്തെ കൊന്നുകളയുക എന്ന ഒരു കൃത്യമായ ഒരു നീക്കം ഇവർക്കുണ്ട് എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തത്. വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, അതുപോലെ തന്നെ ഈ ഇറാന്റെ യുറേനിയം എൻറിച്ച്മെന്റിനൊക്കെ എതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. സ്വാഭാവികമായും ഡൊണാൾഡ് ട്രംപിനെ അതിശക്തമായി എതിർക്കാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. ഈ യുറേനിയം ബോംബുകൾ ഉണ്ടാക്കുന്ന, യുറേനിയം എൻറിച്ച് ചെയ്ത് ബോംബുകൾ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങളെ എതിർക്കുകയും തടയുകയും ചെയ്യാനുള്ള നീക്കം വളരെ കൃത്യമായി നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സൂക്ഷ്മ നീക്കത്തിന് ഇറാൻ തുനിയുന്നത് എന്നും ആണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെ ചില ഇന്റലിജൻസ് വിവരങ്ങൾ ഇത് സമാനമായി ലഭ്യമായിട്ടുണ്ട് എന്ന സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയായാലും വലിയ തോതിലുള്ള ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിലവിൽ സൈനികമായ പിന്തുണ ഇസ്രായേലിന് നൽകേണ്ടതില്ല എന്ന് അമേരിക്ക നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിന് പിന്നാലെയാണ് ഈ വസ്തുതാപരമായ ഒരു വെളിപ്പെടുത്തൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതാണ്. ഇതിനു പുറമെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നിരവധിയായ നേതാക്കന്മാരെ കൊന്നൊടുക്കിയ വിവരങ്ങളും പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ പുറത്തു വരുന്നതനുസരിച്ച് ഇന്റലിജൻസ് മേധാവിയും അതുപോലെ തന്നെ മറ്റു അനുബന്ധ സംവിധാനങ്ങളുടെ മേധാവികളുമായ 3 പേരെ കൊലപ്പെടുത്തിയെന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ആക്രമണമാണ് ഇത്തരത്തിലുണ്ടായത് എന്നും ആ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഖാസിമി, അതായത് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഖാസിമി, ഹസൻ മൊഹാക്കിക് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. എന്നീ 2 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരവും മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഇന്റലിജൻസ് ഓഫീസറായ മൊഹസൻ ബഖേരിയും കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഇവരുടെ എല്ലാം തന്നെ മരണം സംഭവിച്ചത് ടെഹ്റാനിൽ നടന്ന അതിശക്തമായ ആക്രമണത്തിന് പിന്നാലെയാണെന്നും കൃത്യമായ സൂചനകൾ പുറത്തു വരികയും അത് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഒരു ആക്രമണം ഇറാനെതിരെ ഇസ്രായേൽ തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400-ലേറെ പേർ കൊല്ലപ്പെടുകയും വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ, അതായത് കെട്ടിടങ്ങളും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം തകരുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇറാനെ വലിയൊരു തിരിച്ചടി തന്നെ ലഭ്യമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആണവായുധ ശേഖരം തയ്യാറാക്കാൻ സജ്ജമാക്കിയ ആണവ കേന്ദ്രം വരെ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സങ്കീർണമായ ഒരു പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു സുപ്രധാന ആണവ കേന്ദ്രം, ആയുധവൽക്കരിച്ച ആണവ സംവിധാനങ്ങൾ സൂക്ഷിച്ച കേന്ദ്രം തന്നെ ആക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെ നമുക്ക് നൽകാനായിരുന്ന ഏറ്റവും പുതിയ വാർത്തയായി നൽകിയിരുന്നത്. അതിന്റെ പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ വിശദാംശങ്ങൾ പുറത്തു വരികയും ഈ ആണവ യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ പൂർണ്ണമായും തടയുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വൻതോതിൽ തിരിച്ചടി നേരിടുന്ന ഇറാൻ സ്വാഭാവികമായും ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിയുകയാണ്. പല രീതിയിലുള്ള ആക്രമണത്തിനുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരുക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയതെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണരാജ്.